നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഈശോ സാധിച്ചു തരും കേട്ടോ. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ എൻ്റെ ധ്യാനം കൂടാൻ പോയി. എൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ എന്താ ആഗ്രഹിച്ചത് ഈശോ സാധിച്ചത് കേട്ടോ. ഇത് ഞാൻ നിഷ്കളങ്കമായിട്ട് പറയുക. എൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ ഈശോയുടെ സ്നേഹം എന്നതാ. നമുക്ക് ഈശോയുടെ സ്നേഹം എന്നതാ. നമുക്ക് കൂട്ടുകാരോട് സംസാരിക്കുന്ന നമുക്ക് ഈശോയോട് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ സംസാരിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. കുഞ്ഞുങ്ങളെ പോണക്ക് ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാട്ടോ. കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര സ്നേഹത്തോടെ എത്ര നന്നായിട്ടാണ് നമ്മളെ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഈശോയുടെ ഞാൻ കുഞ്ഞുങ്ങളെ ഉദ്ദേശിക്കാൻ നിഷ്കളങ്ക മനോഭാവത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോ സാധിച്ചു തരും എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിത്. അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഞാൻ കൺവെൻഷനെ ചെന്ന് പിന്നെ എനിക്കൊരു ഇഷ്ടമുള്ള വചനമുണ്ട് കേട്ടോ. ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല സ്നേഹിതന്മാരാണ്. ഈശോയുടെ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കൺവെൻഷന് കടന്നു കഴിഞ്ഞപ്പോൾ കൺവെൻഷന് ഒരാൾ കൗൺസിലിംഗ് നടത്തുക. ആ കൗൺസിലിംഗ് നടത്തുന്ന ആൾ എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് ചോദിച്ചു, 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതല്ലേ? ഞാൻ പറഞ്ഞു 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. വൈദികനാകണമെന്നായിരുന്നു ആഗ്രഹമല്ലേ? ഞാൻ പറഞ്ഞു വൈദികനാകണമെന്നായിരുന്നു ആഗ്രഹം. വീണ്ടും അദ്ദേഹം ചോദിക്കുവാണ്, വിശുദ്ധനാകണമെന്നല്ലേ ആഗ്രഹം അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വിശുദ്ധനാകണമെന്ന് ആഗ്രഹം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥന ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കും ഇതുപോണക്കൊരു കൗൺസിലറാകണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉള്ളിലെല്ലാം തുറന്ന് പറയാനുള്ള ഒരു കൗൺസിലറായിട്ട് എനിക്ക് മാറണം. ഈശോയുടെ ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അന്ന് വീട്ടിൽ ചെന്ന് ജീവജാലയം എന്ന് പറഞ്ഞ മാസിക കിടക്കുക. ആ ജീവജാലയ മാസികയിൽ ഇപ്രകാരം കാണുവാണ്, കൗൺസിലിംഗ് കോഴ്സിലേക്ക് സ്വാഗതം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കോ സാധ്യതയുള്ളത്. ഞാൻ തങ്കച്ചൻ തുണ്ടിയിൽ നിന്ന് എൻ്റെ പേരും കൊടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 50 പേരവിടെ വന്നിട്ടുണ്ട്. ഈ 50 പേരും വചനം പ്രസംഗിക്കുന്നവരും കൗൺസിലിംഗ് നടത്തുന്നവരാണ് ഈ 50 പേരും. പക്ഷേ ഓരോരുത്തരും പരിചയപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിതിൻ്റെ നവീകരണത്തിൻ്റെ ABCD പോലും അറിയത്തില്ലാത്ത ഞാനും അവിടെ ചെന്ന് ഓരോരുത്തരും പരിചയപ്പെടുത്താൻ തുടങ്ങി. അതിൻ്റെ എല്ലാം ഓരോരുത്തരും പരിചയപ്പെടുത്തണം, താൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ മുന്നേറുന്നതൊക്കെ പരിചയപ്പെടുത്തണം. ഏതായാലും ഒരാൾ പറയുന്നു, ഞാൻ ഡിവൈൻ ധ്യാന സെൻ്ററിൽ 10 വർഷമായിട്ട് കൗൺസിലിംഗ് നടക്കുന്നു, വചനം പ്രസംഗിക്കുന്നു. ഒരാൾ പറയുകയാണ്, ഞാൻ ചിറ്റൂർ ധ്യാന സെൻ്ററിൽ 5 വർഷമായിട്ട് വചനം പറയുന്നു, കൗൺസിലിംഗ് നടക്കുന്നു. ഒരാൾ പറയുവാണ്, ഞാൻ പോട്ടെ ആശ്രമത്തിൽ 5 വർഷമായിട്ട് വചനം പറയുന്നു, കൗൺസിലിംഗ് നടത്തുന്നു. 49 പേര് ഷെയർ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് മനസ്സിലായി 50ാമത് ഞാനവിടെ ഷെയർ ചെയ്യാൻ കയറിയാൽ എന്നെ ആ കൗൺസിലിംഗ് കോഴ്സിന് ഇരുത്തിയല്ല. കാരണം നവീകരണത്തിൽ വന്നിട്ട് ഇത്ര വർഷങ്ങളായവർക്കോ ഈ സാധ്യതയുള്ളു. പക്ഷേ എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. 15 ദിവസത്തെ കോഴ്സാണ്. എൻ്റെ 15 ദിവസത്തെ തെങ്ങേറ്റം കളഞ്ഞിട്ടാണ് ഞാനവിടെ ചെല്ലുന്നത്. ഒരു ദിവസം 500 രൂപ വെച്ച് അന്നത്തെ കാലത്ത് തെങ്ങേറ്റം നോക്കിയാലും 15 ഓർത്ത് നോക്കി. എനിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ തലകറക്കം പോലെ തോന്നി. അപ്പം ഞാൻ ഓർത്തു, ഒരു കാര്യം ചെയ്യാം, പരിചയപ്പെടണ്ട, ഞാൻ പമ്മി അങ്ങ് മാറി നിൽക്കാം. ഞാനങ്ങ് പമ്മി മാറി നിന്ന് ഒരാൾ കണ്ടിട്ട് പറഞ്ഞു, ആ പുള്ളി പരിചയപ്പെടുത്തിയില്ല, ആ പുള്ളിയെ പരിചയപ്പെടുത്താൻ പറഞ്ഞു, പരിചയപ്പെടുത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ സ്റ്റേജിലോട്ട് കയറി. സാധാരണ എല്ലാവരും കയറി കഴിയുമ്പോൾ ആദ്യം പേരാണ് പറയുന്നത്. പേര് പറഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ സമൂഹത്തിലുള്ളവർ ഓരോരുത്തരും ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നമ്മൾ കൊടുക്കുന്ന മറുപടി അനുസരിച്ചാണ് അവർ നമ്മുടെ ആത്മീയത അളക്കുന്നതും മനസ്സിലാക്കുന്നതും. ഏതായാലും ഞാനങ്ങോട്ട് കയറി. പേര് പോലും പറയാൻ എനിക്ക് പേടിയാണ്. ഒരാൾ ചോദിച്ചു, പേരെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പേര് തങ്കച്ചൻ തുണ്ടിയിൽ എന്നറിയപ്പെടുന്നു. പിന്നെ വീണ്ടും ചോദിക്കുകയാണ്, എന്നാ ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തെങ്ങേ കയറുന്നു. അപ്പം വീണ്ടും 3ാമത് ഒരാൾ ചോദിക്കുക, എത്ര നാളായി ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്? എനിക്ക് ഒത്തിരി സന്തോഷമായി. തെങ്ങ് കയറുന്നു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുക, എത്ര നാളായി ശുശ്രൂഷ തുടങ്ങിയിട്ടെന്ന്. അപ്പം ഞാൻ ഓർത്ത് തെങ്ങേറ്റത്തെക്കുറിച്ചായിരിക്കും ഈ മനുഷ്യൻ ചോദിക്കുന്നത്. ആകപ്പാടെ ശുശ്രൂഷ ഞാൻ കേട്ടിരിക്കുന്നത് അന്ന് സന്തോഷത്തിൻ്റെ 2ാം രഹസ്യത്തിൽ ഇപ്രകാരം പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഏലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യതയെ ചെന്നുകൊണ്ട് ആ പുണ്യവതിക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ശുശ്രൂഷ. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ പണി ശുശ്രൂഷയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, 20 വർഷമായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. അവരെല്ലാവരും ഞെട്ടിപ്പോയി. അവരൊക്കെ 5ഉം 10ഉം വർഷങ്ങളായിട്ടുള്ളൂ. പിന്നെ എന്നോട് പിന്നെ അടുത്ത ചോദ്യം, എവിടെയെല്ലാം ആ ശുശ്രൂഷ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ നാട്ടിൽ ചെയ്യും, പിന്നെ ആ സമയം കിട്ടുവാണെങ്കിൽ വേറെ എവിടെ വിളിച്ചാലും പോകും. 3ാമത്തെ ചോദ്യം, എല്ലാ ദിവസവും ശുശ്രൂഷ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാ ദിവസവും ശുശ്രൂഷയാണ്. എൻ്റെ മനസ്സിലിരിക്കുന്ന ഈ തെങ്ങേറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെയുള്ള 49 പേരോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ ഈ 4 ചോദ്യങ്ങൾ അല്ലെ ഇത്രയും ചോദ്യങ്ങൾ കൊണ്ട് അവരെ തൃപ്തിപ്പെടുന്നത്. അവർ പറയും, ഈ പുള്ളി നമ്മളെക്കാളും വെള്ളി പുള്ളിയാണ്, പുള്ളി അവിടെ ഇരുന്നോട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് പറയാൻ കാരണം പൊട്ടൻ്റെ കാര്യമായി പറയുന്നത് കേട്ടോ. ഒരു മണ്ടൻ്റെ കാര്യമാണ്. 15 ദിവസത്തെ കോഴ്സാണ്. അന്ന് ഫാദർ പോൾ മുണ്ടോളിക്കലച്ചൻ KST ചെയർമാനായിരിക്കുന്ന കാലം. അന്നും കുർബാനയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുർബാനയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അന്നത്തെ പരിശുദ്ധ കുർബാനയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. മുണ്ടോളിക്കലച്ചൻ തലേദിവസം ഒരു കാര്യം പറഞ്ഞ്, നിങ്ങളീ വന്നിരിക്കുന്ന 50 പേർക്കും സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് സന്തോഷിച്ചിരിക്കണ്ട കേട്ടോ. ദർശനങ്ങളിലൂടെ കൗൺസിലിംഗ് നടത്തുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എനിക്ക് മനസ്സിലായി. 49 പേരും നല്ല വലിയ ആൾക്കാരാണ്, ദർശനങ്ങളുള്ളവരാണ്, കൗൺസിലേഴ്സാണ്.
വചനപ്രഘോഷകരാണ്. അവരൊക്കെ നോട്ടുകൾ പോലും ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതിയെടുക്കുന്നത്. മലയാളം പോലും കഷ്ടിച്ച് എഴുതാൻ അറിയത്തില്ലാത്ത ഞാൻ എനിക്ക് എന്നതാ മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈശോ എൻ്റെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ കോരിയിടുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് കുർബാനയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാതെ വിട്ടേക്കല്ലേ, 15 ദിവസത്തെ പണിയും കളഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് ദർശനം ഒന്നുമില്ല, ഈശോയെ ദർശനം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. കുർബാനയിൽ 2 മെസ്സേജ് 2 വായനകളുണ്ട് കേട്ടോ, ഒരു സുവിശേഷവും ഒരു ലേഖനവും. അപ്പം ഈ നമ്മൾ വ്യക്തിപരമായിട്ട് ബൈബിൾ വായിക്കണം. വ്യക്തിപരമായിട്ട് ബൈബിൾ വായിക്കുമ്പം വ്യക്തിപരമായിട്ട് ഈശോ എന്നോട് സംസാരിക്കുന്നത്, ഈ ഒരർത്ഥം മനസ്സിലാക്കണം കേട്ടോ. വ്യക്തിപരമായിട്ട് ഞാൻ വചനം വായിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വചനം തരുമ്പോഴേ, സുവിശേഷം വായിക്കുമ്പോഴേ സഭയിലൂടെ നമ്മളോട് ഈശോ സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എന്താണ് പറയേണ്ടത് ഓർത്തുകൊണ്ട് നീ വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് ആ സമയത്ത് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നാൽ പിന്നെ നമുക്കൊന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഞാനിങ്ങനെ കടന്നു വന്നു. കാപ്പിയോട് കഴിഞ്ഞാണ് ഈ ടെസ്റ്റ് തുടങ്ങുന്നത്. ആ ഹാളിലേക്ക് വന്നപ്പോഴേ എൻ്റെ മനുഷ്യബുദ്ധി എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യബുദ്ധി പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ കർമ്മ നമ്മളിൽ കടന്നു വരാൻ തടസ്സം വരുന്നു. ഞാൻ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, 15 ദിവസം മുമ്പ് ഞാൻ രക്ഷപ്പെട്ടത് എന്നെ 50ാമത് വിളിച്ചതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ടെസ്റ്റിലും എന്നെ 50ാമത് വിളിക്കുവാണെങ്കിൽ 49 പേരുടെ കൗൺസിലിങ് കോപ്പി അടിച്ച് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, കുറേ ദർശനം കോപ്പി അടിച്ച് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ചിന്തിച്ച് ഞാൻ 50ാമത്തെ കസേരയിലോട്ട് പോയിരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ചിന്ത വരുവാണ്, എടാ മണ്ട, ഇവിടുന്ന് ആദ്യം വിളിച്ചാൽ എന്നാ ചെയ്യും? അപ്പം ഞാൻ ചിന്തിച്ച്, ശരിയാണല്ലോ, അവിടുന്ന് ആദ്യം വിളിച്ചാൽ എന്നാ ചെയ്യും? ഏറ്റവും ഇങ്ങേയറ്റത്തെ കസേര വീണ്ടും വന്നിരുന്നു. അപ്പോഴെൻ്റെ മനസ്സിലേക്ക് വേറെ ചിന്ത വരുവാണ്, ഇവിടുന്ന് ആദ്യം വിളിച്ചാൽ എന്നാ ചെയ്യും? അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, അവിടുന്ന് ആദ്യം വിളിച്ചാൽ എന്നാ ചെയ്യും? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കസേര മൊത്തം എണ്ണുക. കസേര മൊത്തം എണ്ണിയിട്ട് ഇവിടുന്ന് എണ്ണിയാലും 25ാമത്, ഇവിടുന്ന് എണ്ണിയാലും 25ാമത്, അങ്ങനെ 25ാമത്തെ കസേരയിൽ കയറി ഇരിക്കുവാണെങ്കിൽ അവിടുന്ന് വിളിച്ചാലും കുഴപ്പമില്ല, ഇവിടുന്ന് വിളിച്ചാലും കുഴപ്പമില്ല. 25 പേരുടെ ദർശനം മനസ്സിലാക്കി കോപ്പി അടിച്ചിട്ട് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഞാനങ്ങനെ ചിന്തിച്ച് ആ നടുക്കത്തെ കസേരയിൽ കയറിയിരുന്നു. ആ കസേരയിൽ കയറി ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എല്ലാവരും കാപ്പി കുടിക്കാൻ പോയി. കാപ്പി കുടി കഴിഞ്ഞാണ് കൗൺസിലിങ് ടെസ്റ്റ് കിടന്നത്. അന്ന് ഈ പ്രോഗ്രാം തീരുന്ന ദിവസമാണ്, സർട്ടിഫിക്കറ്റിന് എല്ലാ ക്രമീകരണമൊക്കെ നടക്കുന്ന ദിവസമാണ്. ഏതായാലും കാപ്പി കുടിക്കാൻ 49 പേര് ക്യൂവാണ്. ഞാൻ ക്യൂവിൽ പോയി നിൽക്കണമെങ്കിൽ 50ാമത് പോയി നിൽക്കണം. 50ാമത് ഞാൻ ക്യൂവിൽ പോയി നിന്നിട്ട് കാപ്പിയും കുടിച്ചു കഴിഞ്ഞ് ഞാൻ വരുമ്പം ഈ കസേരയിൽ ആരെങ്കിലും കയറിയിരുന്നാൽ എൻ്റെ പദ്ധതിയെല്ലാം പാളും. അല്ലെങ്കിൽ എനിക്ക് ആദ്യമേ വരണമെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കണം. ഏറ്റവും ഫ്രണ്ടിൽ പോയി ഞാൻ കാപ്പി കുടിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്നെ ഒരു കൗൺസിലർക്ക് പറ്റിയ ഇതല്ലോ, എന്നെ മിക്കവാറും എന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ടല്ലോ. സാമാന്യ മര്യാദ പോലും ഇല്ലാത്തവനാണെന്ന് ഞാൻ കരുതിയില്ലേ. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം ചെയ്യാം, ഇന്ന് കാപ്പി കുടിക്കണ്ട. ഞാൻ ആ കസേരയിൽ അങ്ങനെ ഉറച്ചിരുന്ന സമയത്ത് ഒരാൾ വന്ന് കാപ്പി കുടിക്കാൻ വരുന്നില്ല എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ കാപ്പി കുടിക്കാൻ വരുന്നില്ല, ഞാനിന്ന് ഉപവാസത്തിലാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ഉപവാസം ആത്മാർത്ഥമാണെന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ പലപ്പോഴും ഈ നോമ്പുകാലത്ത് നമ്മുടെ പലരുടെയും ഉപവാസം ഇപ്രകാരം ഉപവാസമാണ്, സ്വാർത്ഥത ഓർത്ത്. അല്ലെങ്കിൽ എന്തിനാ ഉപവാസം എന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്നു, മറ്റവർ പറഞ്ഞ് ഞങ്ങൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ അവിടെ ഇരുന്നു. എല്ലാവരും കാപ്പി കുടിച്ചിട്ട് എമ്പക്കമൊക്കെ ഇട്ട് വന്നിരുന്നു. എല്ലാവരും അതോ അന്ന് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം കേട്ടോ, അന്ന് ഏറ്റവും നല്ല ഭക്ഷണം. എങ്കിലും ഞാൻ ഇങ്ങനെ സമാധാനിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടണ പോകുന്ന വഴിക്ക് എങ്കിലും ഭക്ഷണം കഴിക്കാമല്ലോ. ഏതായാലും ജോസ് കാപ്പൻ ആണ് കൗൺസിലിംഗ് ടെസ്റ്റ് നടത്താൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് കണ്ണടയ്ക്കുമൊന്നും വേണ്ട ദർശനം കിട്ടാനായിട്ട്. കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ ദർശനം കിട്ടുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ഈ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ റൗണ്ടിലൂടെ ഒന്ന് നടന്ന് എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി മാറി നോക്കി 25ാമതിരിക്കുന്ന എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞ് താനിങ് ഏറ്റു വരാൻ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, ഇപ്പോഴൊരു വചനം ഞാൻ കേട്ടു, സുഭാഷിതങ്ങൾ 16 മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെയാണ്. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുള്ളൂ. ഞാനെൻ്റെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ അങ്ങ് ഏറ്റിയെല്ലാം പറഞ്ഞ്. ഏതായാലും അപ്പോൾ ഇദ്ദേഹം ബ്രദർ പറയുവാണ്, ചേട്ടനെ അല്ല തന്നെ വിളിച്ചത്, താനും ഏറ്റു വരാൻ പറഞ്ഞ്. ഞാനവിടെ ചെന്ന് ഇവിടെയാണ് ഈശോയോട് കൂട്ടുകൂടുന്നത് എൻ്റെ പ്രസക്തി ഞാൻ പറയുന്നത് കേട്ടോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ കുറച്ച് മക്കളുണ്ടെന്ന് കൂട്ടുക, അതിൽ ഒരു കൊച്ച് ഒരു മന്ദബുദ്ധിയാണെങ്കിൽ ആ മന്ദബുദ്ധിക്ക് നമ്മൾ എന്തോരം പ്രാധാന്യം കൊടുക്കും. മാതാപിതാക്കന്മാർക്ക് അറിയാലോ, നിങ്ങൾ കൂടുതൽ പരിഗണന കൊടുക്കുകയല്ലേ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊരു മന്ദബുദ്ധിയാണ് അവിടെ. ഞാൻ ഈശോയോട് കൂട്ടുകൂടാൻ തുടങ്ങി. എൻ്റെ ഈശോയെ, നിനക്കറിയാമല്ലോ
ഞാനൊരു പൊട്ടനാ, ഞാനൊരു ബുദ്ധിയില്ലാത്തവനാ. പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്നു. എനിക്ക് കൗൺസിലിംഗ് നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നീ എന്നെ സഹായിക്കണം. ഈശോ ഒരു കൂടുക കേട്ടോ. ഈശോ നീ പറഞ്ഞിട്ടില്ലേ ഇനിമേൽ നിങ്ങൾ ദാസന്മാരുടെ സ്നേഹിതന്മാരാന്ന്. അപ്പോൾ നമുക്ക് പോകാം. ഇത് ഞാൻ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈശോയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയുടെ തോളെ കൈയിട്ടുകൊണ്ട് ഞാനങ്ങ് പോവാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ ഈശോയോട് ഞാൻ ചോദിക്കുവാണ്, ഈശോയെ എങ്ങനെയാണ് ഈശോയെ കൗൺസിലിംഗ് നടത്തുന്നത്? എൻ്റെ ഉള്ളിലൊരു സ്വരം വരുവാണ്, ഈ ഫിലോ എന്ന് പറയുന്ന ആളാരെന്നങ്ങ് ചോദിക്കാൻ പറഞ്ഞു. ആദ്യമേ പറഞ്ഞ് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചല്ലോ ഈശോ, ഇനി എന്നാ ചെയ്യണ്ടേ? ഇദ്ദേഹത്തോട് ഫിലോ എന്ന് പറയുന്ന ആളാരാന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സഹോദരാ ഫിലോ എന്ന് പറയുന്ന ആളാരാ? എന്നാൽ ഇദ്ദേഹം പറയാണ്, ഫിലോ എന്ന് പറയുന്ന ആൾ എൻ്റെ അയലോക്കത്തുള്ളൊരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചു, ഈശോയെ ഫിലോ ഈ പുള്ളിയുടെ അയലോക്കത്തുള്ള സ്ത്രീയാണെന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ എന്നാ ചോദിക്കണ്ടേ? ഉടനെ പറയാണ്, ഈ ഫിലോയും താങ്കളുമായിട്ട് എന്നാ പ്രശ്നമെന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ ഫിലോയും താങ്കളുമായിട്ട് എന്നാ പ്രശ്നം? പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ ഒരു വലിയൊരു തുറവി നടക്കുമായിരുന്നു. കൗൺസിലിങ് രഹസ്യമായതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, 49 ബുദ്ധിമാന്മാർ ആ സമൂഹത്തിൽ ഉണ്ടായിട്ടും ഏറ്റവും പൊട്ടനായ എന്നെ വിളിച്ച് 1ാം സ്ഥാനത്തേക്ക് കയറ്റിയ ഈശോയാണ് നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. അത് പറയാൻ കാരണം ഇതിനെല്ലാം ഊർജ്ജം കിട്ടിയ എവിടുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു കേട്ടോ, വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒത്തിരി പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കുർബാന പഠിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ കുർബാന സ്നേഹിക്കാൻ തുടങ്ങിയത്. കാരണം വിശുദ്ധരൊക്കെ പറയുന്ന വാക്കുകൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുർബാനയോട് അടുക്കാതിരിക്കാൻ പറ്റിയല്ല. അങ്ങനെ കുർബാനയെ സ്നേഹിച്ച് അപ്പോൾ ഞാൻ ഒത്തിരി വായനശീലത്തിലേക്ക് വന്നു. അടുത്തുള്ള എല്ലാ പള്ളികളിലെയും കോൺവെൻറ്റിലെയും ചെന്ന് സദ്ഗ്രന്ഥങ്ങൾ, വിശുദ്ധര ജീവചരിത്രങ്ങൾ മേടിച്ച് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് എനിക്ക് കൂടുതൽ ഈശോയെക്കുറിച്ച് അറിയാനും കുർബാന ആഴമായിട്ട് സ്നേഹിക്കാനും സാധിച്ചു. ഒരിക്കൽ ഞാൻ എൻ്റെ വിശിഷ്ട വ്യക്തിയുടെ അടുത്ത്, ഒരു ആദരനായ ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ചെന്ന് ഒരു പുസ്തകം വായിക്കാൻ തരാമെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ്, പുസ്തകം വായിക്കാൻ വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണേ, ഓസി വായിക്കാൻ നടക്കരുതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയത്. ഞാൻ വീട്ടിൽ ചെന്ന് ഈശോയോട് കരഞ്ഞുകൊണ്ട് അന്ന് ഈശോയോട് ഇപ്രകാരം ചോദിച്ചു, ഈശോയെ ഞാൻ ദാരിദ്ര്യവാസി ആയതുകൊണ്ടല്ലേ ഈ പുസ്തകം അങ്ങനെ ചോദിച്ച് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിഷമം ഈശോയോട് പങ്കുവെച്ചപ്പം ഈശോ എനിക്കൊരു വചനം തന്ന്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോണൊക്കെ നിങ്ങൾ അവരോട് പെരുമാറുക. വചനത്തെ ഞാൻ വ്യാഖ്യാനിച്ചെടുത്തത് എങ്ങനെയാണ്, എൻ്റെ അന്നേരത്തെ എനിക്ക് മറ്റുള്ളവർ അല്ല ഇദ്ദേഹം പുസ്തകം തന്നില്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും പുസ്തകം കൊടുക്കാൻ പോവുക. അങ്ങനെ തീരുമാനമുണ്ടായി. ഞാൻ വീട്ടിൽ ചെന്നു. അന്ന് ഷാലോൺ ടൈംസിൽ ഒരു ലേഖനം കാണുവാണ്. ആ ലേഖനത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്, വീട്ടിലൊരു ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ 2 തുക ഇട്ടേക്കുവാണ്. 850 രൂപയുടെയും ഒരു സ്കീമും 1700 രൂപയുടെ ഒരു സ്കീമും. അപ്പോൾ 850 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത്രയും പുസ്തകങ്ങൾ ഇത്രയും. അപ്പോൾ ഈ സ്കീമിൽപ്പെട്ട ഒരു തുക അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ലൈബ്രറിക്കൊരു സാധ്യതയുണ്ട്. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കാരും പുസ്തകം ഇങ്ങനെ പുസ്തകം പറഞ്ഞല്ലോ, എനിക്ക് വീട്ടിൽ ലൈബ്രറി തരണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കാശില്ല എങ്കിലും ഞാൻ ഈ ചെറിയ സ്കീം 850 രൂപയുടെ സ്കീം എടുക്കാൻ പോവാം. ഈശോയോട് പ്രാർത്ഥിച്ച് ഞാൻ ശാലോമിലേക്ക് ഒരെടുത്തെടുത്തുമാണ്. എൻ്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹമുണ്ട്, ആ സ്കീമിൽ ചേർന്നുകൊണ്ട് കുറേ പുസ്തകങ്ങൾ എൻ്റെ വീട്ടിൽ വരുത്തിക്കൊണ്ട് ഒരു ലൈബ്രറിക്ക് ഒരു സാധ്യത കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് ഒരു ലൈബ്രറിക്ക് തുടങ്ങുന്ന പ്ലാനുണ്ട്. ഈശോ എനിക്ക് മെസ്സേജ് കുർബാനയിൽ തരണേന്ന് പറഞ്ഞ് അന്ന് ലേഖനം വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവിനകത്ത് പ്രവൃത്തിയിലും കൊണ്ടുക. കഴിവില്ലായ്മ പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് എന്നതാ, എൻ്റെ ഇച്ചിരി പൈസ ഉള്ളതെന്നുള്ള ഈശോ അത് കണക്കെടുക്കുന്നത്, ഈശോ അത് അതിന് വിലയിടും. അപ്പോൾ ഞാനന്ന് തന്നെ ശാലോമിലേക്ക് എഴുതി. ശാലോമിൽ നിന്ന് അന്ന് എനിക്കൊരു മറുപടി കിട്ടി, സഹോദരൻ്റെ ചിന്ത ദൈവികം തന്നെയാണ് അത് നടത്താൻ. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാനൊരു ലൈബ്രറിക്ക് രൂപം കൊടുത്തു. ഈ ലൈബ്രറി ആയിക്കഴിഞ്ഞ് അന്ന് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്നും എഴുത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. ഈ സദ്ഗ്രന്ഥങ്ങളുമായിട്ട് ഞാൻ ഓരോ വീടുകളിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. 10 വീട്ടിൽ തെങ്ങ് കയറാൻ പോകുന്നുണ്ട്. 10 വീട്ടിലും 10 പുസ്തകം എടുത്തുകൊണ്ട് പോകും. ഓരോ വീട്ടിലും ഓരോ പുസ്തകം കൊടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരിക്കൽ എന്നിട്ട് നമ്മൾ ഈ പുസ്തകം വായിച്ച് കഴിയുമ്പം ആ പുസ്തകം തിരിച്ച് മേടിച്ചിട്ട് വേറെ പുസ്തകം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു സുവിശേഷ പ്രവർത്തനം, അന്ന് എനിക്ക് പറ്റിയ സുവിശേഷ പ്രവർത്തനം അതോളായിരുന്നു. എൻ്റെ ഈ പ്രവർത്തനങ്ങൾ അറിഞ്ഞ് ശാലോംകാരൻ എൻ്റെ വീട്ടിൽ വന്ന് ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ ലൈബ്രറി എന്ന് പറഞ്ഞുകൊണ്ട് സൺഡേ ശാലോമിൽ അതിട്ട്, അതെ
ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രവർത്തനമായിട്ട് കടന്നു. ഒരിക്കലും ഒരു വീട്ടിൽ ചെന്ന് ഒരു വീട്ടമ്മയ്ക്ക് ഞാൻ എൻ്റെ പുസ്തകം വായിക്കാൻ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് ആ പുസ്തകം തിരിച്ച് മേടിക്കാൻ ഞാൻ ചെന്നപ്പോഴാണ് ഞാൻ അവരെന്നോട് കാര്യം പറഞ്ഞത്, തങ്കച്ചൻ ചേട്ടൻ ഇന്നലെ ഈ പുസ്തകം കൊണ്ടിട്ട് വന്നില്ലായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അവർ ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവരെ വിളിച്ച് ഈ പുസ്തകം കൊടുക്കുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഹെഡിങ് കുറച്ച് അവർ വായിച്ച് നോക്കി. ഇച്ചിരി വായിച്ചപ്പോൾ അവർക്ക് കൂടുതൽ ബോധ്യങ്ങൾ വന്ന് ആത്മഹത്യ തെറ്റാന്നുള്ള ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നി, ആ പുസ്തകത്തിലൂടെ കിട്ടിയ സന്ദേശം ആത്മഹത്യ ആത്മനാശത്തിന് വരുന്ന ഒരു ബോധ്യം കിട്ടി. അവർ ആ നാശത്തിൽ നിന്ന് പിന്നെ അവർ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി കേട്ടോ. അതിനുശേഷം അവർക്ക് പിള്ളേരുമൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതെ, ഈശോ അങ്ങനെ ലൈബ്രറിക്ക് രൂപം കൊടുത്തു. ഞാൻ ഈ പുസ്തകം കുർബാനയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂചിപ്പിച്ചായിരുന്നു. 4 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. 105 പതിപ്പുകൾ മലയാളത്തിൽ തന്നെയായി. ആ പുസ്തകം വായിച്ച ഒരു സൗദാമിനി എന്നോട് ഇപ്രകാരം പറയുവാണ്, തങ്കച്ചൻ ചേട്ടൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു കാര്യം എഴുതിയിട്ടുണ്ടല്ലോ, തങ്കച്ചൻ്റെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ നാട്ടിൽ വരുമ്പോൾ ആ ലൈബ്രറിയിലേക്കോട്ട് 2 പുസ്തകം എനിക്ക് തരാമെന്ന് ചോദിച്ചു. നമ്മൾ ചിലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ ഒരു അനുഭവം ഞാനീ പറഞ്ഞത് കേട്ടോ. ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഉത്തരം പറയുന്നത്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കൂടുതലും. അപ്പം ഞാൻ 2 പുസ്തകം തരാമെന്ന് ഞാൻ ഇപ്രകാരം പറഞ്ഞു, 2 പുസ്തകം ആക്കണ്ട, ലൈബ്രറി മൊത്തം അങ്ങ് തന്നേക്കാന്ന് ഞാൻ പറഞ്ഞു. ഉടനെ അപ്പുറത്തു നിന്നൊരു മറുപടി, അങ്ങനെയാണെങ്കിൽ അത് എയർപോർട്ടിലേക്ക് കൊണ്ടുതരാമെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ തമാശ പറഞ്ഞതാ, എന്തോ ഒരു തള്ളലിന് ഞാനങ്ങ് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എയർപോർട്ടിലോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 220 കിലോ പുസ്തകമായിട്ട് എയർപോർട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. ആ പുസ്തകം വളരെയേറെ വിലപിടിപ്പുള്ള പുസ്തകം. ആ സൗദാമിനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഈ പരിശുദ്ധ കുർബാനെ സ്നേഹിക്കുന്നൊരു സ്ത്രീയാണ്. ആ ലൈബ്രറി ആ പുസ്തകം 56,000 രൂപയായി. ഫ്ലൈറ്റ് ചാർജ് തന്നെ. ആ വ്യക്തിയുടെ വീട്ടിൽ ആ പുസ്തകം ചെന്നപ്പം തങ്കച്ചന്തുണ്ടിയിൽ നെല്ലിപ്പാറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം ഇപ്പോൾ ഓസ്ട്രേലിയ സൗദാമിനി സജീവ് ചെയ്യുന്ന പ്രിയപ്പെട്ട ദൈവങ്ങളെ, എൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ട് ആ സൗദാമിനി ഇപ്രകാരം ചിന്തിക്കുവാണ്. ഈ തങ്കച്ചൻ ചേട്ടൻ പറയുന്ന കണക്കാണെങ്കിൽ, തങ്കച്ചൻ ചേട്ടൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കണക്കിനാണെങ്കിൽ വിശുദ്ധരാകാൻ ഈ പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സൗദാമിനി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സൗദാമിനി ഇങ്ങനെ പള്ളിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം സൗദാമിനിക്ക് വലിയൊരു സങ്കടം തോന്നി. ക്രിസ്ത്യാനികളെല്ലാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, സൗദാമിനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല. സൗദാമിനി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് പള്ളിയിൽ നിന്ന് കരഞ്ഞു. പള്ളിയിൽ നിന്ന് കരഞ്ഞപ്പം അച്ഛൻ സൗദാമിനിയോട് ചോദിച്ചു, സൗദാമിനി എന്തിനാ കരയുന്നേ? സൗദാമിനി അച്ഛനോട് പറയാം, അച്ഛാ, എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, അതുകൊണ്ട് ഞാൻ കരഞ്ഞതാ. അച്ഛൻ സൗദാമിനിയോട് പറഞ്ഞാൽ, സൗദാമിനി ഇനി കരയണ്ട കേട്ടോ, സൗദാമിനി നാളെ മുതൽ ഒരു കാര്യം ചെയ്യ്, സൗദാമിനി നാളെ മുതൽ എല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ലൈനിലേക്ക് നിൽക്കണം. എന്നിട്ട് സൗദാമിനിയുടെ കരങ്ങൾ 2 നെഞ്ചോട് ചേർത്ത് വെക്കണം. എൻ്റെ അടുത്ത് വരുമ്പോൾ നാവ് നീട്ടരുത് കേട്ടോ. സൗദാമിനിയുടെ തലയിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് വിടാമെന്ന് സൗദാമിനിയോട് ഈ അച്ഛൻ പറയുവാണ്. സൗദാമിനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സൗദാമിനി അപ്രകാരം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പോകുന്നവരുടെ ലൈനിലേക്ക് നിൽക്കും. അച്ഛൻ സൗദാമിനിയുടെ അടുത്ത് ചെല്ലും. നമുക്ക് കുർബാന തരുമ്പം അച്ഛൻ പറയുന്നത് ഇപ്രകാരമാണ്, ഈശോയുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെന്നാണ് പറയുന്നത്. സൗദാമിനിയോട് പറയുന്നത് ഇങ്ങനെയാണ്, ഗോഡ് ബ്ലസ് യു, അല്ലെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നതാണ് പറയുന്നത്. ഏതായാലും ഈ സൗദാമിനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. സൗദാമിനി എന്നിട്ട് എന്നെ ഫോൺ വിളിക്കുവാണ്. സൗദാമിനി ഇങ്ങനെ മനസ്സിലൊരു തീരുമാനമെടുത്തിട്ട് ഫോൺ വിളിക്കുവാണ്. ഈ തങ്കച്ചൻ ബ്രദറിനെ വിളിച്ച് എനിക്ക് ആദ്യത്തെ അനുഭവം, തങ്കച്ചൻ ബ്രദറിനെ വിളിച്ച് എനിക്ക് തങ്കച്ചൻ ബ്രദറിനെ സംസാരിക്കണമെന്നുണ്ട്. ഈശോയെ, ഞാൻ തങ്കച്ചൻ ബ്രദറിനെ വിളിക്കാൻ പോവുക. വിളിക്കുമ്പോഴാണ് ഈ തങ്കച്ചൻ ബ്രദർ ഫോൺ എടുക്കുവാണെങ്കിൽ എനിക്കും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, എനിക്കൊരു വിശുദ്ധയാകാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു എന്നുകൊണ്ട് സൗദാമിനി എന്നെ ഫോൺ വിളിക്കുവാണ്. ഫോൺ വിളിക്കുമ്പോഴാണ് ഒരിക്കലും ഈ കുർബാനയുടെ ഈ കുടുംബ പ്രാർത്ഥന ഇടയ്ക്ക് ഞാൻ ഫോൺ എടുക്കാറില്ല. അന്ന് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ശക്തമായിട്ട് പറയുവാണ്, ആ ഫോൺ പോയി എടുക്കാമെന്ന് പറയുവാണ്. ഞാൻ ഫോൺ പോയി എടുത്തപ്പം ആ സൗദാമിനി ഇപ്രകാരം എന്നോട് പറയുവാണ്, തങ്കച്ചൻ ചേട്ടാ, ഇപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും ഈശോ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു പുരോഹിതൻ്റെ വില. ഒരു പുരോഹിതൻ അർപ്പിക്കുന്ന ബലി ഈശോ അർപ്പിക്കുന്ന ബലിയാണെന്ന് മനസ്സിലാക്കിയ ഒരു ഹൈന്ദവ യുവതിക്കാന്ന് മനസ്സിലാക്കണം. ഏതായാലും അതിനുശേഷം ഈ സൗദാമിനി
എല്ലാ ദിവസവും ഇങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം സബദാമിന് പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ചെന്നു. അന്ന് വികാരിയച്ഛനോടില്ല, ഒരു കൊച്ചച്ഛനാണ് ബലിയർപ്പിക്കാനായിട്ട് വന്നത്. കൊച്ചച്ഛൻ ബലിയർപ്പിക്കാനായിട്ട് വന്നപ്പം അന്നും സബദാമിനി കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ ഇപ്രകാരം സബദാമിനിയുടെ തലയിൽ കവിച്ചു, നമ്മളോട് കുർബാന സ്വീകരിക്കുമ്പം ഈശോയുടെ ശരീരവും രക്തം നിത്യവും നൽകട്ടെ. സബദാമിനിയോട് പറയാണ്, ഗോഡ് ബ്ലെസ് യു, അല്ലെങ്കിൽ ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് നെറ്റിയിൽ കുരിശിട്ട് കൊടുക്കുകയാണ് വികാരിയച്ഛൻ ചെയ്യുന്നത്. ഈ അച്ഛൻ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞ് നെറ്റിയെ കുരിശിട്ടില്ല. സൗദാമിനി ആ പള്ളിയിലിരുന്നങ്ങ് പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് പള്ളിയുടെ മുറ്റത്തോട്ടിറങ്ങും. ആ മുറ്റത്തൊരു കുരിശുണ്ട്, വലിയൊരു കുരിശുണ്ട്. ആ കുരിശെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സൗദാമിൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരിക. ഈ തങ്കച്ചൻ ബ്രദർ എത്രയോ ദിവസങ്ങൾ, എത്രയോ പ്രാവശ്യം പരിശുദ്ധ കുർബാനയില്ലാതെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് ഈശോ തങ്കച്ചൻ കുർബാനയ്ക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ ഈശോയെ തന്നെയല്ലേ ഞാനും വിളിക്കുന്നത്? അതെ, ഞാനും ഈശോയോട് ശാഠ്യം പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈശോയെ, എല്ലാ ദിവസവും നീ എനിക്ക് നെറ്റിയിൽ കുരിശ്, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു കുരിശിട്ട് തരുന്ന, ഇന്ന് നീ എൻ്റെ നെറ്റിയിൽ കുരിശിട്ടില്ല, ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഈ കുരിശേന്ന് കൈവിട്ട് പോകണമെങ്കിൽ ഇന്ന് എൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ച് തരാതെ ഞാൻ ഈ കുരിശേന്ന് കൈവിട്ട് പോകുന്നത് ശാഠ്യം പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ അത്ഭുതം നടക്കുവാണ്. സൗദാമിനിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ലൈസ, ഓസ്ട്രേലിയയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആ ലൈസ കുർബാനയ്ക്ക് ശേഷം സൗദാമിനി കരയാനായിട്ട് പുറത്തോ മുറ്റത്തോട്ട് പോയി. ലൈസ പള്ളിയിലിരിക്കുന്ന ഖാനാമ്പള്ളത്തിൽ തൊട്ട് നെറ്റിയെ കുരിശ് വരയ്ക്കാനായിട്ട് ഖാനാമ്പള്ളത്തിൽ തൊട്ടപ്പോൾ മുതൽ ഈ ലൈസയുടെ കൈ മുട്ട് മടങ്ങിയല്ല, ഈ മുട്ടിങ്ങനെ മുട്ടുന്ന കൈ ഇങ്ങനെ തോട്ടി പോലെ നിൽക്കുക. ലൈസ ആകപ്പാടെ പേടിച്ചു പോയി. ആ സമയത്ത് ലൈസയുടെ ഉള്ളിൽ ഒരു ചിന്ത, ഒരു സ്വരം വരുവാണ്, ഇപ്പോൾ നീ ആ കുരിശെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൗദാമിനിയുടെ നെറ്റിയെ കൊണ്ട് ഈ വിരൽ കൊണ്ടൊരു കുരിശിട്ട് കൊടുക്കാൻ പറയാണ്. സൗദാമിനിയുടെ നെറ്റിയെ കൊണ്ട് ആ വിരൽ കൊണ്ടൊരു കുരിശിട്ട് കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സൗദാമിനി, കരഞ്ഞുകൊണ്ടിരുന്ന സൗദാമിനി സന്തോഷത്തോടെ ചിരിച്ചു. സന്തോഷമായി. ഇന്നറിയാവോ, ഇന്ന് ആ സൗദാമിനി ആരാന്നറിയാവോ? മരിയ എന്ന പേര് സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വന്നു. സൗദാമിനിയുടെ ഹസ്ബൻഡ് സജീവ് എന്നയാൾ ജോസഫ് എന്ന പേര് സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും തീരെ ചെറുതല്ല കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും വിലയുണ്ട്. ഇതിനൊക്കെ ഈശോ ഒത്തിരി വിലകൾ തരും. എന്നിട്ട് ഇപ്പോഴവർ ഏതാണ്ട് ഒത്തിയേറെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിട്ട് സൗദാമിനി മാറി. ഞാൻ ഓർക്കുന്നു, എറണാകുളത്ത് ഞാനൊരിക്കലും ഒരു സുനിത, ഇതൊരു ഹിന്ദുവാണ് കേട്ടോ, എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ. സുനിത എൻ്റെ പുസ്തകം വായിച്ചു, കുർബാനയെ പങ്കെടുക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഒത്തിരി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, എനിക്കന്ന് പിറ്റേന്ന് ഇങ്ങോട്ട് പോരാൻ വണ്ടിയില്ല, അവിടെ തങ്ങേണ്ടതായിട്ടുണ്ട്. കുർബാന നഷ്ടപ്പെടാനിരിക്കാൻ അയലോക്കത്തുള്ള പല ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഇടദിവസത്തെ കുർബാന എത്ര മണിക്കാണെന്ന് ചോദിച്ചത്. ആ ചുറ്റുപാടിലുള്ള ആർക്കും ഇടദിവസത്തെ കുർബാനയുടെ സമയം അറിയത്തില്ല. ഞായറാഴ്ച മാത്രം അവർ പള്ളിയിൽ പോകുന്നവരാ. ഇടദിവസത്തെ കുർബാനയുടെ സമയം അറിയത്തില്ല. ഞാനിങ്ങനെ ചെന്ന് ആ സുനിതയുടെ വീട്ടിൽ ചെന്ന് നിരാശനായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സുനിത എന്നോടൊരു ചോദ്യം ചോദിച്ചു, തങ്കച്ചൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ബ്രദർ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, സുനിതേ, ഞാനിവിടെ താമസിച്ച് കഴിഞ്ഞാൽ എൻ്റെ നാളത്തെ കുർബാന എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നാളത്തെ കുർബാനയുടെ സമയം ആർക്കും അറിയത്തില്ല, പലരോട് ചോദിച്ചിട്ടും അറിയത്തില്ല. അതിനാണോ ബ്രദർ വിഷമിച്ചിരിക്കുന്നത്? ബ്രദറിന് കുർബാനയുടെ സമയം അറിയണോ? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ചുറ്റുപാടുകളിലുള്ള എല്ലാ ഗവൺമെൻറ്റിലെയും പള്ളികളിലെയും അന്നത്തെ പിറ്റേ ദിവസത്തെ കുർബാന സമയം എനിക്ക് പറഞ്ഞു തന്നു. അതെ, നമ്മൾ ചിന്തിക്കുന്ന പോണക്കൊന്നല്ല ഈ വ്യക്തി എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന പങ്കിടുന്ന ഈ സുനിത ഇന്ന് മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വന്നു കേട്ടോ. ഇനി വലിയൊരു സത്യസാക്ഷി നിങ്ങൾ കേൾക്കണം. ഈ കത്തോലിക്ക സഭയിലേക്ക് വന്ന് സഭയുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കി, CCC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ആ വ്യക്തി ചെയ്ത ഒരു മണ്ടത്തരമെന്ന് തോന്നും. എൻ്റെ നോട്ടത്തിലല്ല, ഒരുമാതിരിപ്പെട്ടവരെല്ലാം മണ്ടത്തിൽ നിന്നും ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരിയാണ് കേട്ടോ. ഈ ഹെൽത്തിൻ്റെ വകുപ്പിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഓരോ വീടുകളിലും ചെന്ന് കുടുംബാസൂത്രണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു മേഖല ഈ പുള്ളിക്കാരിയുടെ ഇതുള്ളതാണ്. പുള്ളിക്കാരി ചെയ്യേണ്ട ജോലിയിൽപ്പെട്ടതാണ്. പുള്ളിക്കാരി അന്നൊരു തീരുമാനം സ്വീകരിച്ചു, ഈ പ്രവൃത്തി ഈശോയ്ക്ക് ഇഷ്ടമല്ല, ഇത് സഭയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലി
വെറും പുല്ല് പോലെ വലിച്ചെറിഞ്ഞ് ഒരു സുനിത ഇന്നും ഉണ്ട് കേട്ടോ, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് പിന്നീട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി കേട്ടോ, ഒത്തിരി പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായി. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾക്കെന്തോ തകരാറ് സംഭവിച്ചു. ഈ പുള്ളിക്കാരി ലോകത്തിൻ്റെ രീതിയിൽ പോയപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ജോലി രാജിവെച്ചാണ് കുടുംബ ചിലവിൻ്റെ പ്രശ്നങ്ങൾ കടന്നു വന്നു. ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് പിന്നെ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ജോലിക്കായിട്ട് പോയി, അവിടെയും പ്രശ്നങ്ങളുണ്ടായി. പെട്രോൾ അടിച്ചു കൊടുക്കുന്നതിൽ കണക്കിൽ വ്യത്യാസം വന്നാൽ ചിലപ്പോൾ ജോലിയിൽ നിന്ന്, അന്നത്തെ കൂലിയിൽ നിന്ന് പോലും മാറേണ്ടി വരും, കൂലി പോലും കിട്ടാത്ത അവസ്ഥ വരും. എങ്കിലും ഈ ഞെരുക്കങ്ങളോടെ ജീവിച്ചു. അദ്ദേഹം ഒരു ക്യാൻസർ വന്ന് ആ മനുഷ്യൻ മരിച്ചു കേട്ടോ, ഹസ്ബൻഡ്. പക്ഷേ ഈ സുനിതയും അവരെല്ലാവരും കുടുംബസഹിതം കത്തോലിക്ക സഭയിലേക്ക് വന്നു കഴിഞ്ഞാണ് കേട്ടോ അദ്ദേഹം മരിച്ചത്. മാമോദിസ സ്വീകരിച്ച് നല്ലൊരു കുടുംബജീവിതം നയിച്ചു. അതേ ആത്മരക്ഷ ഏറ്റവും വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു. വിവാഹവും മാമോദിസായും മക്കളുടെ ആദ്യ കുർബാന എല്ലാം ഒരുമിച്ച് നടന്നു കേട്ടോ. എന്നെ വിളിച്ചു, പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. അതിനുശേഷം അതിന് പകരമായിട്ട് ഞാൻ വേറെ ദിവസം പോയി കേട്ടോ. ഞാനത് പറയാൻ കാരണം അവരൊക്കെ ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചു. പരിശുദ്ധ കുർബാന എന്താ, ആ ക്രൈസ്തവർ, ഞാൻ ഒരു ബുക്ക് വായിച്ചിട്ട് ബോംബെയിൽ നിന്നൊരു സുരേന്ദ്രൻ എന്നെ ഫോൺ വിളിച്ചു, ബ്രദറിൻ്റെ ബുക്ക് ഞാൻ വായിച്ചു, എനിക്കൊത്തിരി ഇഷ്ടമായി. ഈ പരിശുദ്ധ കുർബാന ഇത്രയും വലുതൊക്കെയാണോ? ഇത്രയും വലുതൊക്കെയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബോംബെയിൽ നൈറ്റ് കടയിൽ ദോശ ചുടുന്ന ഒരു ജോലിയാണ് എനിക്ക്. ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് പോയി, വൈകുന്നേരം ആ കുർബാനയ്ക്ക് പോയത്. അതെ, നവീന ഉണ്ടായിരുന്നു പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. നവീന എന്ന് പറഞ്ഞ് എന്നാ എനിക്ക് മനസ്സിലായില്ല. ബോംബെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനോട് ഞാൻ വിളിച്ച് ചോദിച്ചു, മോളെ ഈ ബോംബെയിൽ ഏതെങ്കിലും പള്ളിയിൽ നവീന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ഉടനെ ആ വ്യക്തി പറയണം, നവീനയല്ല ബ്രദറെ, നൊവേനയാണ്. അതേ പ്രിയപ്പെട്ട ദൈവങ്ങളെ, ഈശോയിലേക്ക്, ഈ പരിശുദ്ധ കുർബാനയിലേക്ക് അടുക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ എൻ്റെ ഈ സുവിശേഷ മേഖലയിലൂടെ ആത്മരക്ഷ എനിക്ക് ശരിക്കും അനുഭവിച്ചറിയാം. ഇനി ഒരു സ്വന്തം വ്യക്തിപരമായിട്ട് എന്നോട് പറയുന്ന അനുഭവങ്ങളാകട്ടെ, അനുഭവങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നമുക്കും കുർബാന സ്വീകരിക്കാൻ പ്രിയപ്പെട്ട ദൈവങ്ങളെ, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പോകാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പോകാം, തിരുസഭയോട് ചേർന്ന് പോകാം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ലക്ഷ്യം സ്വർഗത്തെ ലക്ഷ്യം വെച്ച് അവസ്ഥയിലേക്ക് നമ്മളത് കടന്നു കഴിയുമ്പോഴേ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും.